ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു വളയുടെ വീഡിയോ ആണ്. ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇതൊരു പഴയ വള ഉണ്ടായിരുന്നു മോളുടെ. അതിലെ ബീഡ്സ് എല്ലാം കളർ പോയി നാശമായിരുന്നു. അപ്പോൾ അതെല്ലാം അഴിച്ച് മാറ്റിക്കളഞ്ഞ് ഞാൻ പുതിയ ഇതുണ്ടാക്കുകയാണ്. ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടാണ്. പഴയതും സ്റ്റോണായിരുന്നു. അതെല്ലാം ഇളക്കിയെടുത്ത് പുതുതാക്കി എടുക്കുകയാണ് ഞാൻ. അതിൻ്റെ ബേസാണിത്. എല്ലാം കളഞ്ഞതിന് ശേഷമുള്ള കോട്ടിങ്. വൈറ്റ് കളറും ബ്ലാക്ക് കളറുമാണ് എടുത്തേക്കണേ. ഗിയർ വയർ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട്. അളവൊന്നും പറയുന്നില്ല. വീണ്ടും ജോയിൻ ചെയ്യേണ്ടി വരും. ഒരുപാട് ലെങ്ത്തിലെടുത്താൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ആദ്യം ലോക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ വെറുതെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഭാഗം കുട്ടികളുടെ കയ്യുമേ തട്ടാത്ത വിധത്തിൽ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും ബ്ലാക്കും നടുവിൽ വൈറ്റും വരുന്ന വിധത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഓരോന്നിൻ്റെ ഉള്ളിലൂടെയും ഗിയർ വയർ എടുത്ത് ആ ഹോളുകളെല്ലാം അടക്കുകയാണ്. ഒന്ന് ചുറ്റിച്ച് ഇളകിപ്പോയാതിരിക്കാനൊന്ന് ചുറ്റിച്ച് കൊടുക്കണുണ്ട്. ഇങ്ങനെ കുറേ ഒഴിവാക്കാൻ വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് ഇങ്ങനെ ഗിയർ വയർ വെച്ചിട്ട് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോയിലെല്ലാം ഇങ്ങനെയുള്ള ഐഡിയാസുകളായിരിക്കും. അടുത്തൊരു വീഡിയോ മാട്ടി തലമിടുന്ന എൻ്റെ പേര് അത് തന്നെയാണ് തോന്നുന്നു, എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഞാനൊരു മാല ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. റിയൂസ് ഐഡിയാസാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് വാങ്ങണമെങ്കിലൊക്കെ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇതിന്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ആ വൈറ്റ് ബീഡ്സ് കൊടുക്കണം. അവിടെ സ്റ്റോണ് വേണമെങ്കിൽ കൊടുക്കാം. ഇതിൻ്റെ ഒറിജിനലിൽ സ്റ്റോണായിരുന്നു. എൻ്റെ കയ്യിൽ സ്റ്റോണില്ല. അപ്പം ഞാൻ അവിടെ ബീഡ്സാണ് കൊടുക്കുന്നത്. ഞാൻ ലെങ്ത്ത് കൂടുന്നതിന് സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. കുറച്ച് പണിയുണ്ട്. അതെല്ലാം ചുറ്റിച്ചെടുക്കാൻ, കോർത്തെടുത്ത് ചുറ്റിച്ചെടുക്കാനും. ആദ്യം ഒന്ന് ശരിയാവാതെ വരും. പിന്നെ അയച്ചെടുത്ത് രണ്ടാമത് എടുത്തതാണിത്. വീഡിയോയിൽ കാണിക്കുന്നില്ല. ആദ്യം അതിൻ്റെ ബീഡ്സ് വെച്ചത് ശരിയായിരുന്നില്ല. പിന്നെ ഒന്ന് സൈസ് ഒരുപോലെ ആക്കി കൊടുക്കണം. ഒരേ സൈസിലുള്ള ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്.